ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മാങ്ങ ഒഴിച്ചുകറി വയ്ക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ നാട്ടിൽ പോയിച്ച് വന്നതാണ്. ഇപ്പോൾ ഇത് പഴുത്തിട്ടില്ല, നല്ല ചനച്ച മാങ്ങയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ, പുളിയൊന്നും ഇല്ല ഈ മാങ്ങയ്ക്ക്. അപ്പം ഈ മാങ്ങ വെച്ച് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് കരുതിയാണ്, തേങ്ങ അരച്ച് ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ നമ്മുടെ മാങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് വേകാനായിട്ട്. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ശകലം ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല നൈസായിട്ടൊരു പേസ്റ്റ് മാതിരി അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങായും അവിടെ വേകും. അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു. നമുക്കിപ്പോൾ ഒരു ശകലം ഉപ്പും കിട്ടായിരുന്നു. നല്ല കനച്ച് ഇച്ചിരി മധുരമുള്ള മാമ്പഴമാണ്. ശകലം പോലും പുളിയില്ല ഞങ്ങളുടെ മാങ്ങയ്ക്ക്. അപ്പം നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് മാങ്ങ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തൊലിയൊന്നും കളയത്തില്ല മാങ്ങയുടെ. നമുക്കിതിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണം, നമ്മൾ എരിവിന് പച്ചമുളക് ഇട്ടതാണ്. എന്നാലും ഒരു ശകലം മുളക് പൊടിയും കൂടെ മതി, ഒരു 1/2 സ്പൂണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ശകലം ചേർത്തന്നേ ഉള്ളൂ. കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് കടുക് വറക്കാം. ഞാനൊരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം, കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവേ. ഉപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചനച്ച മാങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചനച്ച മാങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതി, ഓരോ പേരുകളുമാണല്ലോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.